Good afternoon, children. We discussed about shapes. Among that, we discussed about 3D shapes and 2D shape. We just told about that. Isn't it? 3D shapes and 2D shapes and So today we are going to study in detail about 3D shapes. 3D shape നെ പറ്റിയിട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോവാം. Okay. In geometry, a three-dimensional shape can be defined as a solid figure or an object or shape that has three dimensions, that is length, width and height. Okay, so three-dimensional shape is a solid figure. ഒരു solid figure ആണ്. Example, നമ്മൾ പഠിച്ചു ഒരു ക്യൂബ്, റുബിക്സ് ക്യൂബ് കണ്ടിട്ടില്ലേ നിങ്ങൾ? ഒന്നെങ്കിൽ അത് ഇല്ലെങ്കിൽ കളിക്കുന്ന ഡൈസ് പറഞ്ഞു ടീച്ചർ. അങ്ങനെയുള്ളത് ഒരു സോളിഡ് ഫിഗർ ആണ്. ബട്ട് ഇറ്റ് ഹാസ് 3 ഡയമെൻഷൻ. ഇറ്റ് ഹാസ് ലെങ്ത്, ബ്രെഡ്ത്ത് ആൻഡ് വിഡ്ത്ത്. ഓക്കെ, ഓർ ലെങ്ത്, വിഡ്ത്ത് ആൻഡ് ഹൈറ്റ്. അതിന് 3 ഡയമെൻഷൻസ് ഉണ്ട്. ഓക്കെ, സോ it can be held in our hand. ആ 3-dimensional picture നമുക്ക് എപ്പോഴും തൊട്ട് നോക്കിയിട്ട് എടുക്കാനും ഫീൽ ചെയ്യാനൊക്കെ പറ്റും. ബട്ട് ഇൻ ദ കേസ് ഓഫ് 2-dimensional picture നമുക്ക് ആ വ്യൂ മാത്രമേ ഉണ്ടാവുള്ളൂ, അതിൻ്റെ ഒരു എഫക്റ്റ് ഉണ്ടാവില്ല. എക്സാമ്പിൾ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞ പോലെ ഫുട്ബോൾ, നിങ്ങളോട് ഒരു പേപ്പറിൽ വരയ്ക്കാൻ പറഞ്ഞാൽ നിങ്ങളൊരു റൗണ്ട് വരച്ചിട്ട് അതിൽ കുറച്ച് വരയൊക്കെ കൊടുത്തിട്ട് അത് ഫുട്ബോൾ എന്ന് പറയും. ബട്ട് ഇറ്റ് ഈസ് എ 2-dimensional പിക്ചർ. ഇങ്ങനെ കാണാം അത് ഫുട്ബോൾ ആണെന്ന് പറയാം. ബട്ട് റിയൽ ആയിട്ടുള്ള ഒരു ഫുട്ബോൾ നമ്മുടെ കയ്യിൽ എടുക്കാം, നമുക്ക് ഫീൽ ചെയ്യാം ഒക്കെ ചെയ്യാം. ഇറ്റ് ഈസ് എ 3-dimensional പിക്ചർ. ഓക്കെ, അതിന്റെ ഫുൾ എഫക്റ്റോട് കൂടിയിട്ട് നമ്മൾ കാണുമ്പോഴാണ് അതിന് 3-dimensional പിക്ചർ എന്ന് പറയുന്നത്. അണ്ടർസ്റ്റാൻഡ്? Unlike 2-dimensional shape, the 3-dimensional shape have thickness or depth. So 3-dimensional picture ne length, width, height, their thickness, depth, everything has. Okay, we live inside 3D shape. ഇത് നമ്മളുടെ വീടിന്റെ ഒക്കെ ഒരു പിക്ചർ ആണ്. അതൊരു 3D ഷേപ്പ് ആണ് അല്ലെ? അത് ഫുൾ എഫക്റ്റോട് കൂടിയിട്ടാണ്. ലെങ്ത് ഉണ്ട്, വിഡ്ത്ത് ഉണ്ട്, ഹൈറ്റ് ഉണ്ട്, ആ ഫുൾ എഫക്റ്റോട് കൂടിയിട്ടുള്ളതാണ്. Similarly, we have 3D shapes around us. കണ്ടോ? ഫുട്ബോൾ ടീച്ചർ പറഞ്ഞു ക്യാൻ. ഇതൊരു എന്താ പറയാ, ക്യൂബോയിഡിന് എക്സാമ്പിൾ പറയാം അല്ലെ നമ്മൾക്ക്. അപ്പൊ ഇതൊക്കെ നമ്മളുടെ ചുറ്റുമുള്ള ഓരോ കാര്യങ്ങളാണ്. മനസ്സിലായോ? സോ വി ഹാവ് 3D ഷേപ്സ് അറൌണ്ട് us. നമ്മളുടെ ചുറ്റും 3D ഷേപ്സ് ഉണ്ട്. നിങ്ങളുടെ അടുത്ത് തന്നെ നോക്കിക്കോളൂ. നിങ്ങളുടെ പെൻസിൽ ബോക്സ്, വാട്ടർ ബോട്ടിൽ, യുവർ ബുക്ക്, everything. Okay, everything has 3D shape. Understood, children? You can hold a 3D shape in your hand. 3D shape have hands, faces. Many also have edges too. So we can hold a 3D shape in our hand. നമുക്ക് നമ്മുടെ കയ്യിൽ എടുക്കാൻ പറ്റും. ഒരു ബോക്സ് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നില്ലേ കയ്യിൽ? നിങ്ങളുടെ റിയൽ ആയിട്ടുള്ള പെൻസിൽ ബോക്സ് ആണെങ്കിൽ. ബട്ട് അതൊരു പിക്ചർ ആയിട്ട് നിങ്ങൾ വരച്ച ആ ബോക്സിന് അതിൽ നിന്ന് എടുക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ആ പിക്ചറിലുള്ളത് അത് 2D ഷേപ്പ് ആണ്. നമ്മൾ റിയൽ ആയിട്ട് നമ്മളുടെ കയ്യിൽ കിട്ടുന്നതാണ് 3D ഷേപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ എക്സാമ്പിൾ നോക്കിക്കോളൂ. ഒരു ക്യൂബ് തന്നിട്ടുണ്ട്. ക്യൂബിന് ഫേസ്, അതിന്റെ ഫേസ് ഉണ്ട്, എഡ്ജ് ഉണ്ട്, സൈഡുകൾ ഉണ്ട് അതിന്. ഓക്കെ, വി വിൽ ഡിസ്കസ് ഇൻ ഡീറ്റെയിൽ അബൌട്ട് ഫേസ്, എഡ്ജ് ആൻഡ് വെർട്ടിസസ്. ഓക്കെ, 3D ഷേപ്പിന്റെ ആണെങ്കിൽ നമുക്ക് അതിന്റെ ഫേസ് തൊട്ട് നോക്കാം, അതിന്റെ എഡ്ജ് തൊട്ട് നോക്കാം, അതിന്റെ വെർട്ടെക്സ് തൊട്ട് നോക്കാം, ഒക്കെ ചെയ്യാൻ പറ്റും. 2D ഷേപ്സിന് അത് പറ്റുമോ? നിങ്ങൾ വരച്ച ചിത്രത്തിന് അത് പറ്റുമോ? ഇല്ല. സോ ഇറ്റ് ഈസ് ദ പെക്യുലാരിറ്റി ഓഫ് 3D ഷേപ്പ്. 3D shape can have flat faces or curved faces. Curved faces എന്ന് പറഞ്ഞാൽ ടീച്ചർ ഇന്നലെ പറഞ്ഞു വാട്ടർ ബോട്ടിലിന്റെ കാര്യത്തിൽ. അതിന് curved face ആണ്. താഴെ ഫ്ലാറ്റ് ആണ്, ഫ്ലാറ്റ് ഫേസ് ഉണ്ട് താഴെ, പക്ഷെ curved സർഫസ് ഉണ്ട്. ആ curved സർഫസ് ഉള്ളതുകൊണ്ടാണ് ഇറ്റ് ക്യാൻ റോൾ ആൻഡ് ഇറ്റ് ക്യാൻ സ്ലൈഡ് എന്ന് നമ്മൾ പറഞ്ഞത്.
അണ്ടർസ്റ്റുഡ് ചിൽഡ്രൻ? ഇന്നലത്തെ ക്ലാസ്സിൽ അത് മനസ്സിലായോ നിങ്ങൾക്ക്? കാരണം ഒരു വാട്ടർ ബോട്ടിലിനെ നമുക്ക് ഇങ്ങനെ കറക്റ്റ് ആയിട്ട് ഒരു സ്ഥലത്ത് വെക്കാം, നിലത്തായാലും നിങ്ങളുടെ ടേബിളിന്റെ മേലെയായാലും വെക്കാം, ബിക്കോസ് താഴെ അതിന്റെ സർഫസ് ഫ്ലാറ്റ് ആണ്. ബട്ട് സൈഡിൽ എങ്ങനെയാണ്? കർവ്ഡ് ആണ്, ഒരു സിലിണ്ടറിക്കൽ ഷേപ്പാണ്, ഒരു കുഴല് പോലെയാണ് അല്ലെ? അപ്പൊ അതിന് കർവ്ഡ് ഫേസും ഉണ്ട്, ഫ്ലാറ്റ് ഫേസും ഉള്ളത് കൊണ്ടാണ് ഇറ്റ് ക്യാൻ റോൾ ആൻഡ് സ്ലൈഡ് എന്ന് നമ്മൾ ഇന്നലെ പഠിച്ചത്. അതുപോലെ വേറൊരു കർവ്ഡ് ഫേസ് ഉള്ളത് അല്ലെങ്കിൽ കർവ്ഡ് സർഫസ് ഉള്ളത് ഇന്നലെ ടീച്ചർ ഒരു എക്സാമ്പിൾ പറഞ്ഞു. ഓർമ്മ ഉണ്ടോ നിങ്ങൾക്ക്? ഏതാ? എഗ്, മുട്ട. കർവ്ഡ് സർഫസ് അല്ലേ അതിനുള്ളത്? ഫ്ലാറ്റ് ആയിട്ട് ഇല്ല, അതിന് റോളിംഗ് മാത്രമേ പറ്റുള്ളൂ, അതിന് കർവ്ഡ് സർഫസ് മാത്രമേ ഉള്ളൂ. സോ 3D ഷേപ്പിന് എപ്പോഴും ഫേസസും എഡ്ജസും ഒക്കെ ഉണ്ടാവും. അണ്ടർസ്റ്റുഡ്? എ ക്യൂബ്, a rectangular prism, a sphere, cone, cylinder are the basic three-dimensional shapes we see around us. Common ആയിട്ട് നമ്മൾ കാണുന്ന 3D shapes ആണ് ഇപ്പോൾ പറഞ്ഞത്. Cube, rectangular prism, we can say it is cuboid also. Sphere, cone, cylinder. Okay. ക്യൂബ് പറഞ്ഞിട്ട് നിങ്ങൾ എന്താ കാണാറുള്ളത്? റുബിക്സ് ക്യൂബ് പറഞ്ഞു, അല്ലെങ്കിൽ കളിക്കേണ്ട ഡൈസ് പറഞ്ഞു. റെക്ടാങ്കുലർ പ്രിസമില് എന്താ മാച്ച് ബോക്സ് ഉണ്ട്, ക്യൂബോയിഡ് ഇല്ലേ? അല്ലെങ്കിൽ നിങ്ങളുടെ ബുക്ക്. സ്ഫിയർ, സ്ഫിയർ പറഞ്ഞ സ്ഫെറിക്കൽ, ഫുട്ബോൾ. കോൺ, ഐസ്ക്രീം, ഐസ്ക്രീം എന്തിന്റെ ഷേപ്പാണ്? കോണിന്റെ ഷേപ്പാണ്. സിലിണ്ടർ, ഇങ്ങനെ ഹോളോ ആയിട്ട് ഒരു കുഴല് പോലെ വരുന്ന നിങ്ങളുടെ ബോട്ടിൽസ് അങ്ങനെയാണ്. അല്ലെങ്കിൽ പെപ്സി ക്യാൻ, അല്ലെങ്കിൽ ഈ പ്രിസർവ്ഡ് ഫുഡ്സ് ഒക്കെ വരും, കോൺ അങ്ങനെയുള്ളതൊക്കെ ക്യാനിൽ അടച്ചിട്ട് വരും. ഓക്കെ, സോ ദീസ് ആർ ദ കോമൺ 3-dimensional shapes that we see around us. See, cube, ക്യൂബിന് cube and dice. Rectangular prism, or we can say it as cuboid. Book or box. Sphere. Have you seen globe? Globe കണ്ടിട്ടുണ്ടോ നിങ്ങള്? ഗ്ലോബിന്റെ ഷേപ്പ് എന്താണ്? സ്ഫെറിക്കൽ ആണ്. So it is an example of sphere. Ball. Cone. Carrot. ക്യാരറ്റിനി കാണുമ്പോൾ നോക്കൂ, കഴിക്കാൻ അമ്മ തരുമ്പോൾ നോക്കി നോക്കൂ. കട്ട് ചെയ്യണേറ്റ് മുന്നേട്ടോ, കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് റൗണ്ട് റൗണ്ട് ആയിട്ടായിരുന്നു. കട്ട് ചെയ്യണേറ്റ് മുന്നേ നോക്കൂ, ഇറ്റ്സ് ഓൾസോ ഹാവ് എ കോൺ ഷേപ്പ് അല്ലേ? ഐസ്ക്രീം, അത് പിന്നെ നിങ്ങൾ മറക്കില്ല. സിലിണ്ടർ, ബക്കറ്റ്. ബക്കറ്റിന്റെ ഷേപ്പ് എന്താണ്? ഒരു സിലിണ്ടറിക്കൽ ഷേപ്പാണ്. ബാരൽ, ഇങ്ങനെ വെള്ളം നിറച്ചു വെക്കണ ബാരൽസ് കണ്ടിട്ടുണ്ടോ? അതിനും സിലിണ്ടറിക്കൽ ഷേപ്പാണ്. ഓക്കെ, so these are the examples for cube, cuboid, sphere, cone, cylinder. Understood children? A 3-dimensional picture has height, length and width. ഒരു 3-dimensional picture എടുക്കുകയാണ്. ഇതൊരു ക്യൂബോയിഡ് ആണ്, അതിന് ഹൈറ്റ് ഉണ്ട് ഇല്ലേ? അതിന് നീളമുണ്ട്. ലെങ്ത്, ഇങ്ങനെ നീളത്തില്. ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഉയരം എന്നുള്ള അർത്ഥമാണ്. ലെങ്ത് എന്ന് പറഞ്ഞാൽ നീളം. വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ അതിന്റെ തിക്നെസ്. കണ്ടോ അത് സൈഡിലേക്കുള്ളത്? സോ ഹൈറ്റ്, ലെങ്ത് ആൻഡ് വിഡ്ത്ത്. സിമിലർലി ഇറ്റ് ഹാസ് ഫേസ്, എഡ്ജസ്, അതിന് സൈഡ്സ് ഉണ്ട്. വേർട്ടിസസ്, വേർട്ടക്സ്, വേർട്ടക്സ് പറഞ്ഞ ഒന്ന്, വേർട്ടിസെക്സ് എന്ന് പറഞ്ഞ പ്ലൂരൽ ആണ് വേർട്ടക്സിന്റെ. അതിന് മൂലകളുണ്ട്, കോർണേഴ്സ് ഉണ്ട്. ആ കോർണേഴ്സിനെയാണ് വേർട്ടക്സ് എന്ന് പറയാം. ഒരു കോർണർ അല്ല ഉള്ളത്, കുറെ കോർണർ ഉള്ളതുകൊണ്ട് വേർട്ടിസസ് എന്ന് പറയും. അതുപോലെ ഫേസ് ഉണ്ട്, വേർട്ടക്സ് ഉണ്ട്, എഡ്ജ് ഉണ്ട്. ഓക്കെ, ദ ഫേസസ് ആർ ദ ഫ്ലാറ്റ് പാർട്സ് ഓഫ് ദ ഷേപ്പ്. ഇപ്പൊ ഒരു ക്യൂബ് എടുക്കുകയാണെങ്കിൽ അതിന്റെ ഫ്ലാറ്റ് ആയിട്ടുള്ള പാർട്ട് ഇല്ലേ, ആ പാർട്ട്, അതിനെയാണ് എന്ത് പറയണത്? ഫേസ്. ദ എഡ്ജസ് ആർ ദ ലൈൻസ് വേർ ടു ഫേസസ് മീറ്റ്. രണ്ട് ഫേസുകൾ ജോയിൻ ചെയ്യണ താഴെയുള്ള വരേനെയാണ് എന്ത് പറയണത്? എഡ്ജ്. The vertices are the points where two or more edges meet.
ഇപ്പൊ നമ്മൾ പറഞ്ഞു ഫേസ് പറഞ്ഞു, ആ ഫേസ് താഴെ രണ്ട് ഫേസുകൾ ജോയിൻ ചെയ്യണതിന്റെ ഇടയിലുള്ള ലൈനാണ് എഡ്ജ് എന്ന് പറഞ്ഞു. ഇനി രണ്ട് എഡ്ജുകൾ തമ്മിൽ ജോയിൻ ചെയ്യണ പോയിന്റ് തന്നെയാണ് നമ്മൾ എന്ത് പറയാ, വേർട്ടെക്സ്. ഓക്കെ, സോ ഇറ്റ് ഹാസ് എ ഫ്ലാറ്റ് ഫേസ് and where the two faces meet there are edges, and where two edges meet there is vertex. Okay, we will discuss in detail, or we will study in detail about face, edge and vertex. Next class we will discuss in thorough. Okay, today we are discussing about the properties of a three-dimensional picture. എന്തൊക്കെ പ്രോപ്പർട്ടീസ് ഉണ്ട് ത്രീ ഡയമെൻഷണൽ പിക്ചറിന്? മെയിൻലി ത്രീ ഡയമെൻഷണൽ പിക്ചറിന്റെ പ്രോപ്പർട്ടീസ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇറ്റ്സ് ഫേസ്, വേർട്ടെക്സ്, എഡ്ജ്, അതിനെ പറ്റിയിട്ടുള്ള ഡിസ്കഷൻ ആണ്. സോ ടുഡേ വി ആർ ഇൻട്രൊഡ്യൂസിങ് അബൌട്ട് ഫേസ്, എഡ്ജ് ആൻഡ് വേർട്ടെക്സ്. അതിനെ പറ്റി ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പറയണം നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. വി വിൽ സ്റ്റഡി അബൌട്ട് ദീസ് ത്രീ ഇൻ ഡീറ്റെയിൽ in the next classes. See, edge എന്ന് പറഞ്ഞ എന്താണ്? ഇതാണ് അതിന്റെ ഫേസ് എന്ന് പറയണത്. ഇതൊരു ഫേസ് ആണ്, ഇതും ഒരു ഫേസ് ആണ്. ശ്രദ്ധിച്ചു നോക്കണം കേട്ടോ. ഇതൊരു ഫേസ് ആണ്. സി, കണ്ടോ, ഇതൊരു ഫേസ് ആണ്, ഇത് അടുത്ത ഫേസ് ആണ്, സെക്കൻഡ് ഫേസ് ആണ്, ഇത് അതിന്റെ അടുത്ത ഫേസ്. സോ ഈ രണ്ട് ഫേസസും കൂടെ ജോയിൻ ചെയ്യണ ഈ ലൈൻ ഇല്ലേ, ഇതിനെയാണ് ഇതിന്റെ എഡ്ജ് എന്ന് പറയാം. ഇതും വേറൊരു ഫേസ് ആണ്. അപ്പൊ ഈ ഫേസും കൂടെ ജോയിൻ ചെയ്യണ ഈ എഡ്ജിന്, ഇത് സൈഡിന് ലൈനിനെ നമുക്ക് എന്ത് പറയാം, എഡ്ജ് എന്ന് പറയാം. അതേപോലെ ഇതൊരു ഫേസ് ആണ്, ഇതും അടുത്തതാണെന്ന് നമ്മൾ പഠിച്ചു. അപ്പൊ ഈ ഫേസിന്റെ ഇടയിൽ വരുന്ന ഈ ലൈനിനെ നമ്മൾ എന്ത് പറയും, എഡ്ജ് എന്ന് പറയും. ഓക്കെ, സോ ദ ലൈൻ ഇൻ ബിറ്റ്വീൻ ടു ഫേസസ് ഈസ് കോൾഡ് ആൻ എഡ്ജ്. അല്ലെങ്കിൽ എന്ത് പറയാം, അത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും. അപ്പൊ അത് നോക്കണ്ട. രണ്ട് ഫേസസ് ജോയിൻ ചെയ്യണതിന്റെ ഇടയിലുള്ള ലൈനെയാണ് എന്ത് പറയണത്, എഡ്ജ് എന്നുള്ളത്. ഓക്കെ, നെക്സ്റ്റ്, വാട്ട് ആർ ഫേസസ്? ഫേസ് എന്ന് പറയണത് എന്താണ്? ഇവിടെ നമുക്ക് മൂന്ന് ഫേസ് കാണാതിന്റെ, ഒന്ന് പിന്നെ ഉള്ളത് കാണില്ല. ഒന്ന് ഈ സൈഡിലുണ്ട്, ഒന്ന് താഴെ ഉണ്ട്, ഒന്ന് അപ്പുറത്തെ സൈഡിലുണ്ട്, ഇല്ലേ? ഈ സൈഡിൽ ഒരു ഫേസ് ഉണ്ട്, അപ്പുറത്തെ സൈഡിൽ ഒരു ഫേസ് ഉണ്ട്, താഴെ ഒരു ഫേസ് ഉണ്ട്. അത് നമുക്ക് കാണാൻ പറ്റില്ല. പക്ഷെ ഇവിടെ നമുക്ക് ബാക്കി ത്രീ ഫേസസ് കാണാം. കണ്ടോ, ഇവിടെ ഒരു 1, 2, 3 ഫേസസ് കാണാനുണ്ട്. ഇനിയും 3 ഫേസ് ഉണ്ട്. കാരണം താഴെ വെച്ചവിടെ ഒരു ഫേസ് ഉണ്ട്, ഈ സൈഡിൽ ഒരു ഫേസ് ഉണ്ട്, അപ്പുറത്തെ സൈഡിൽ ഒരു ഫേസ് ഉണ്ട്. അപ്പൊ നമുക്ക് 3 ഡയമെൻഷണൽ ആയതുകൊണ്ട് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ഫേസും കാണാൻ പറ്റും. പക്ഷെ ഇത് വെച്ചിട്ട് ഇവിടെ ഒരു പിക്ചർ ആയതുകൊണ്ട് നമുക്ക് 3 എണ്ണം മാത്രമേ കാണാൻ പറ്റുള്ളൂ. ഓക്കെ, ആ ഫ്ലാറ്റ് സർഫസിനെയാണ് നമ്മൾ എപ്പോഴും എന്ത് പറയാ, ഫേസ് എന്ന് പറയണത്. അണ്ടർസ്റ്റുഡ് ചിൽഡ്രൻ? എഡ്ജ് എന്താന്ന് നമ്മൾ പഠിച്ചത്, ഈ രണ്ട് ഫേസുകൾ തമ്മിൽ ജോയിൻ ചെയ്യണ ഈ പോയിന്റ് കണ്ടോ, ഈ ഫേസും കൂടെ ഇടയിലുള്ള ഈ ലൈനെയാണ് നമ്മൾ എന്ത് പറയണത്, എഡ്ജ്. ഈ ഫേസും തമ്മിൽ ഇടയിലുള്ള ഈ ലൈനാണ് എഡ്ജ്. ഈ ഫേസും ഇടയിലുള്ളതാണ് ഇത്. ഇനി ഇവിടെ ഒരു ഫേസ് ഉണ്ട് പറഞ്ഞില്ലേ ടീച്ചർ, ഈ ഫേസും കൂടെ ഇടയിലുള്ളതാണ് ഇത്. ഓക്കെ, പിന്നെ ഇവിടെ ഒരു ഫേസ് ഉണ്ട്, ഇവിടെ ഒരു ഫേസ് ഉണ്ട്. അതിന്റെ ഒരു എഡ്ജാണിത്. ഈ ഫേസിന്റെ ഇടയിലുള്ള എഡ്ജാണിത്. ഓക്കെ, സോ ദ ലൈൻ ബിറ്റ്വീൻ ദ ഫേസസ് ആർ നോൺ ആസ് എഡ്ജസ്. ഫ്ലാറ്റ് സർഫസിനെയാണ് എന്ത് പറയണത്, ഫേസ്. അപ്പൊ ആ ലൈൻസും കോർണേഴ്സും ഒക്കെയാണ് നമ്മൾ എഡ്ജ്, വേർട്ടെക്സ് എന്ന് പറയുന്നത്. പക്ഷെ ആദ്യം തന്നെ നമ്മൾ എന്താ കാണുക, അതിന്റെ ഫ്ലാറ്റ് സർഫസസ് ആണ് കാണുക. ആ ഫ്ലാറ്റ് സർഫസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫേസസ് ഓഫ് എ സോളിഡ് ഫിഗർ. See, what are vertices? Vertex എന്ന് പറഞ്ഞ ഒന്ന്, vertices എന്ന് പറഞ്ഞ more than one. A point where two edges or more edges meet are called vertex. See, ഇതൊരു എഡ്ജ് ആണെന്ന് നമ്മൾ പഠിച്ചു ഇല്ലേ? ഒരു ഫേസ്, അനദർ ഫേസ്, അതേപോലെ ഇതൊരു ഫേസ്. അപ്പൊ സോ അതിന്റെ ഇടയിലുള്ള ലൈനെയാണ് നമ്മൾ എഡ്ജ് എന്ന് പറയാന്ന് പഠിച്ചു. ഈ രണ്ട് എഡ്ജും കൂടെ ജോയിൻ ചെയ്യണ ഈ പോയിന്റിനെയാണ് എന്ത് പറയാ, വേർട്ടെക്സ്. സിമിലർലി ഇവിടെ നോക്കൂ, ഈ എഡ്ജും കൂടെ ജോയിൻ ചെയ്യണ ഈ പോയിന്റിനെ എന്ത് പറയാം, വേർട്ടെക്സ്. ഹിയർ ഈ എഡ്ജും
അല്ലെങ്കിൽ ഈ എഡ്ജ് ജോയിൻ ചെയ്യുന്നുണ്ട്, ഈ എഡ്ജ് ജോയിൻ ചെയ്യുന്നുണ്ട്. അപ്പൊ മോർ ദാൻ 2 edges ഇവിടെ ജോയിൻ ആവുന്നുണ്ട്. ദിസ് ഇസ് ഓൾസോ എ വെർട്ടെക്സ്. ഹിയർ ഓൾസോ എ വെർട്ടെക്സ്. കാരണം ദിസ് എഡ്ജ് ആൻഡ് ദിസ് എഡ്ജ് ജോയിൻസ് ഹിയർ. മനസ്സിലായോ? ഈ കോർണറുകളിനെയാണ് എന്ത് പറയണത്? വെർട്ടെക്സ്. സോ ദീസ് ആർ ദ വെർട്ടിസസ് ഓഫ് ദീസ് ഫിഗർ. അപ്പുറത്തെ സൈഡിലും ഇനി ഉണ്ടാവും താഴെ. കാരണം എന്താ വെച്ചാൽ അത് നമുക്ക് കാണാനുണ്ടോ? ഇല്ല. 8 വെർട്ടിസസ് ഉണ്ട് ഒരു ക്യൂബിന്. പക്ഷെ അത് ഇവിടുന്ന് കാണില്ല. പക്ഷെ ഇവിടെ ഈ ലൈൻ താഴെ പോയി മുട്ടണ ഈ ഒരു ഏരിയയില്ലേ ഇവിടെ, ഇതാ ഇത്, ആ ലൈൻ ഇവിടേക്കും പോവത് കണ്ടോ? ഇതാണ് ഒരു ക്യൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. മനസ്സിലായോ? അപ്പൊ ഇവിടെ ഉണ്ട് ഒരു വേർട്ടെക്സ്. Okay, so a point where 2 or more edges meet. Vertices are the corner points. Corner points ആണ് നമ്മൾ എന്ത് പറയാ? Vertices എന്ന് പറയാ. See, അതെന്താ 2 or more lines എന്ന് പറഞ്ഞാൽ ഈ എഡ്ജ് ഇവിടെ ജോയിൻ ചെയ്യുന്നുണ്ട്, ഇവിടെ നിങ്ങളുള്ള ഈ കോർണറിൽ നിന്നുള്ള എഡ്ജും ജോയിൻ ചെയ്യുന്നുണ്ട് ഇത്. അപ്പൊ ഇവിടെ എത്ര എഡ്ജസ് ജോയിൻ ചെയ്യുന്നുണ്ട്? 3 edges ജോയിൻ ചെയ്യുന്നുണ്ട് ഈ കോർണറിൽ. ഓക്കെ, എല്ലാവിടെയും ഉണ്ട്, ഇവിടെയും ഉണ്ട്. ഓക്കെ, സോ 2 or more edges മീറ്റ് ചെയ്യണ സ്ഥലത്തിനാണ് നമ്മൾ എന്ത് പറയണത്? വെർട്ടിസസ്. എ ക്യൂബ് ഹാസ് 8 vertices. അതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അടുത്ത ക്ലാസ്സിൽ പഠിക്കും. സോ ടുഡേ വി ഹാവ് ഡിസ്കസ്ഡ് അബൌട്ട് എ 3-dimensional picture, and the properties of a 3-dimensional picture means it has face, edge and vertex. Okay, so we will study in detail about face, edge and vertex in the next class, because we have to learn how many faces have a cube have, how many edges or how many vertices, എത്ര ഫേസ് ഉണ്ട്, എത്ര എഡ്ജ് ഉണ്ട്, എത്ര വേർട്ടെക്സ് ഉണ്ട് എന്നുള്ളതൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. സോ വി വിൽ ഡിസ്കസ് അബൌട്ട് ഇൻ ഡീറ്റെയിൽ ഈച്ച് പിക്ചർ, ഓരോ പിക്ചറിനെയും പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് അടുത്ത ക്ലാസ്സിൽ പഠിക്കും. അപ്പൊ ഈ എഡ്ജും ഫേസും വേർട്ടെക്സും വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യാം. പെട്ടെന്ന് ഒരു ക്ലാസ് കേട്ടിട്ട് മനസ്സിലായില്ല വിചാരിച്ച് ടെൻഷൻ ആവേണ്ട കാര്യേ ഇല്ല. മനസ്സിലായോ? അപ്പൊ അടുത്ത ക്ലാസ്സിലും ഇതിനെ പറ്റിയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ പ്ലീസ് ലിസൺ ടു ദ വീഡിയോ കെയർഫുള്ളി. Okay children, take care and stay safe. Thank you.